ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേരള PSCയുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് പുതിയ ചില അപ്ഡേറ്റുകളാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്ഡേറ്റുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 2025 ജനുവരി 27 ചേർന്ന കമ്മീഷൻ യോഗത്തിലെ തീരുമാനമാണ്. താഴെ പറയുന്ന തസ്തികയിലേക്ക് അഭിമുഖം നടത്തും. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡിൽ പിയൂൺ വാച്ച്മാൻ OBC കാറ്റഗറിയിലുള്ളവർക്കാണ്. കാറ്റഗറി നമ്പർ 265/2024. അടുത്തത് താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒന്നാമത്തത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 32/2024. അടുത്തത് വ്യവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കാറ്റഗറി നമ്പർ 641/2023. അടുത്തത് വ്യവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രസ് മേക്കിങ്ങിലാണ്. കാറ്റഗറി നമ്പർ 642/2023. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് സെൻറ്റർ. കാറ്റഗറി നമ്പർ 687/2023. അടുത്തത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദമാണ്. കാറ്റഗറി നമ്പർ 4/2024. അടുത്ത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 500/2023. അവസാനമായി ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 കാറ്റഗറി നമ്പർ 700/2022. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കുള്ള ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അടുത്തത് PSCയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇവ നമുക്ക് നോക്കാം. പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ പറ്റാത്ത 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കാണ്. മതിയായ കാരണങ്ങളുള്ളവർക്ക് വീണ്ടും എഴുതാൻ സാധിക്കും. അപ്പോൾ അവ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. 2024 ഡിസംബർ 28-നും 2025 ജനുവരി 11, 25 തീയതിയിലെ പൊതു പ്രാഥമിക പരീക്ഷാ ദിവസങ്ങളിൽ അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നടത്തിയ പരീക്ഷകൾ എന്തെങ്കിലും ഉള്ളവർ അത് തെളിയിക്കുന്ന ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയാൽ വീണ്ടും എഴുതാൻ സാധിക്കുന്നതാണ്. അപകടം പറ്റി ചികിത്സയിലുള്ളവർ, അസുഖബാധിതർ എന്നിവർ ആശുപത്രി ചികിത്സ നടത്തിയതിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത മാതൃകയിലാണ് ഹാജരാക്കേണ്ടത്. അതുപോലെ പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ചികിത്സാ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിശ്ചിത മാതൃകയിൽ ഹാജരാക്കാം. എന്നിവ രണ്ടും ചേർത്ത് അപേക്ഷിച്ചാലോ ഗർഭിണികളായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യാത്രാ ബുദ്ധിമുട്ടുള്ളവർ, ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർ ആയവർ അവ തെളിയിക്കുന്നതിനുള്ള നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാലോ പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾക്ക് തെളിവ് സഹിതം അപേക്ഷിച്ചാൽ വീണ്ടും എഴുതാവുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണകാരണം പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർ എന്ത് ചെയ്യാം? അവ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ 2025 ഫെബ്രുവരി 8 നടക്കുന്ന 4ാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന PSC ജില്ലാ ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകണം. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ PSC ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിൽ നൽകേണ്ടതാണ്. 2025 ജനുവരി 27 മുതൽ 31 വൈകുന്നേരം 5:15 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ജനുവരി 31 ശേഷവും 27 മുമ്പും ലഭ്യമായ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അവർ നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതാണ്.
തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക PSC വെബ്സൈറ്റിൽ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. PSC എക്സാമിനേഷൻ അപ്ഡേറ്റ് എന്ന പേജിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 04712546 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 246 എന്ന നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ അപ്ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എഴുതാൻ സാധിക്കാത്ത ഉള്ളവർക്ക് വളരെ പ്രയോജനപ്പെടും. അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.